ഇന്ന് നമുക്ക് KFC സ്റ്റൈലിലുള്ള ചിക്കൻ സ്ട്രൈപ്സ് വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. നമ്മൾ KFC എന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ രീതിയിലും നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചിക്കൻ സ്ട്രൈപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 500 ഗ്രാമൊക്കെ ഉണ്ടാവും. ഈ ചിക്കൻ ബ്രസ്റ്റ് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗാർലിക് പൗഡർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പാപ്രിക്ക നമ്മുടെ കയ്യിലില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഈ പൊടിയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പൊടി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ 3 ടേബിൾ സ്പൂൺ പൊടിയിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ ഈ മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കിയെടുക്കുക. ആദ്യം നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ മുക്കിയെടുക്കുക. ഇനി ഈ ചിക്കന് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിൽ പൊടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഈ ഒരു രീതിയിൽ കിട്ടുന്നവരെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ചിക്കനിൽ നല്ല ഫ്ലേക്സ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ അങ്ങ് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടൂല. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഓരോ ചിക്കൻ എടുത്ത് ഇതുപോലെ മുട്ടയുടെ കൂട്ടിൽ ഒന്ന് മുക്കിയെടുക്കണം. നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ടിത് പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതാ ഈ ഒരു രീതിയിൽ കിട്ടുന്നവരെ നമ്മൾ ഷെയ്ക്ക് ചെയ്തെടുക്കണം. എന്നിട്ടിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള KFC സ്റ്റൈലിലുള്ള ചിക്കൻ സ്ട്രൈപ്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.